നേതൃനിരത്തിലേക്ക് മാറ്റമായിട്ട് വരിക? എങ്ങനെയാണ് ആ ഒരു മുൻപുണ്ടായിരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്? ഇല്ല, ആളുകൾ മാറി, അത്രയ്ക്ക് വ്യത്യാസം. ഞാനെന്നും പറഞ്ഞ മാതിരി ഇവിടെ വരുന്ന ഇന്ന് കാണുന്നവനെ നാളെ ഞാൻ കാണാറില്ല പലരും. അപ്പോൾ അതിലെനിക്ക് വലിയ അതിശയം തോന്നിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ വന്ന് കയറിയപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്ന് എനിക്കൊന്ന് ഗുരുവായൂർ തൊഴണം, ഇത്രയൊക്കെ ഉള്ളൂ. കോൺഗ്രസ്സുകാരിയായി ഇവിടെ നിന്ന് പോകുന്നു, ബി ജെ പിക്കാരിയായി തിരിച്ചു വരുന്നു. കോൺഗ്രസ്സുകാരിയായി ഇവിടെ നിന്ന് പോകുന്നു, ബി ജെ പിക്കാരിയായി തിരിച്ചു വരുന്നു. ഈ ഒരു മാറ്റം ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഏത് കാലം മുതൽ? ഞാനിവിടെ എന്നെ ഇലക്ഷൻ തോൽപ്പിച്ച് തന്നോട്ട്. ആദ്യഘട്ടത്തിൽ തോൽപ്പിച്ചാണോ രണ്ടാം ഘട്ടത്തിൽ തോൽപ്പിച്ചത്? രണ്ടാം ഘട്ടത്തിൽ തോൽപ്പിച്ചപ്പോഴാണ് എനിക്ക് ആരൊക്കെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായത്. അന്ന് തന്നെ ബി ജെ പിയിൽ പോകാൻ തീരുമാനിച്ചിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഈ പാർട്ടി വിട്ട് പോകുന്നത് തീരുമാനിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവരുടെ മാതിരി ആയാൽ അവരുടെ അതേ ലെവലിലേക്ക് ഞാൻ താഴേണ്ടി വരും. ഇല്ല, ഞാൻ അത് പറയാൻ ഉദ്ദേശിക്കില്ല. പറയാം. ടി.എം. പ്രതാപൻ അപ്പൊ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ എന്റെ അടുത്ത് എന്തുകൊണ്ട് നിങ്ങൾ ടി.എൻ. പ്രതാപൻ എന്ന് പറഞ്ഞു? ആണാ എം പി എല്ലാ എം പിമാരും തോപ്പിക്കാൻ നിൽക്കുവോ? അതാ ഞാൻ പറഞ്ഞ, എനിക്ക് ഒറ്റ സങ്കടം മാത്രമേ ഉള്ളൂ. എന്നെ തോൽപ്പിക്കാൻ നിന്നതിൽ 2-3 പേര് മുരളിയേട്ടന്റെ ജീപ്പിന്റെ കൂടെ അപ്പുറം ഇപ്പുറം നിൽക്കുന്നുണ്ട്. അത് ആരാ നിങ്ങൾ കണ്ടുപിടിച്ചാൽ? 3 പേരാണ് നിന്നത്. ഒന്ന് എം പി വിൻസെന്റ്, ജോസ് വള്ളൂർ, ടി.എം. പ്രതാപൻ. ഇതിൽ ആരൊക്കെയാണ്? ജോസ് വള്ളൂർ ഒല്ലൂര് നിൽക്കുന്ന ആളെങ്ങനെ എന്നെ തോൽപ്പിക്കാൻ വരിക? എം പി വിൻസെന്റും ടി.എം. പ്രതാപനും അല്ലേ? നിങ്ങൾ ആലോചിച്ചാൽ മതി. 3 പേരേ ഉള്ളൂ. അതെ, അല്ലാത്ത ആളുകളും ഉണ്ട്. ഇതിന്റെ പിന്നിൽ കളിച്ച വേറെ വലിയ നേതാക്കളുണ്ട്. അത് ഘട്ടം ഘട്ടമായിട്ട് ഞാൻ പറഞ്ഞോളാം. ഇപ്പോഴല്ല, എന്നെ വല്ലാണ്ട് ചൊറിയട്ടെ, അപ്പൊ ഞാൻ പറയാം. ഏത് കരുണാകരന്റെ മക്കളോടെ ദേഷ്യ. പാവ മുരളിയേട്ടൻ അവിടെ വടകര ഒന്ന് ജയിച്ചു പോയേനെ. എന്തിനാ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഇടയിൽ കൊണ്ടിട്ടേന്നുള്ള കാരണം അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അദ്ദേഹത്തിന് എന്താ പറയണ്ടത്, ജാതകപ്രകാരം ഈ സമയം നോക്കണം, എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം തൃശ്ശൂരാണ്. തൃശ്ശൂർ നല്ല ആളുകളുണ്ട്, പക്ഷെ കുറച്ച് നേതാക്കളുണ്ട് വൃത്തിയിട്ടവർ. അവരുടെ അടുത്ത് ഓടിപ്പോയാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ചെയ്യാതിരിക്കാൻ ഒരു വഴി ഞാൻ കാണില്ല. അല്ലെങ്കിൽ പിന്നെ ഇത്രയും നാൾ കൊണ്ട് ആ നേതാക്കളെ നന്നായി പോയിണ്ടാവും. അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇവിടെ തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്നെ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സുരേഷ് ഗോപി എന്നെ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഒരാൾ അതിന് അതിപ്പോ നിങ്ങൾ തീരുമാനിച്ചോളേ. ഏത് അങ്ങനെ, അതായത് ഞാൻ പറയുന്നത്, ഇപ്പം ഇവിടെ മുരളിയേട്ടൻ ശരിക്കും വടകര സുഖകരമായിട്ടുള്ളൊരു വിജയത്തിലേക്ക് പോവുകയായിരുന്നു. എന്തിനാണ് മുരളിയേട്ടൻ ഇവിടെ കൊണ്ടിട്ടത്? അപ്പം എനിക്ക് വിലയില്ല എന്നല്ലേ പറഞ്ഞേ. എനിക്ക് കഴിവില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിവില്ല എന്ന് പറയുന്ന ആൾക്കാർ പിന്നെ അത് പറയേണ്ട കാര്യം എന്താ? ഈ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ഇരിക്കുമ്പോഴാണ്, ഇപ്പൊ ബി ജെ പി നേതാക്കൾക്ക് ഇരിക്കുമ്പോഴാണ് ചേച്ചിക്ക് ഇപ്പോൾ വളരെ സന്തോഷവും സംതൃപ്തിയും തോന്നുന്നത്. ഞാൻ പാർട്ടി നോക്കിയിട്ടോ ജാതി മതം നോക്കിയിട്ടോ ആരും സ്നേഹിക്കുന്ന ഒരാളല്ല. എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. ഇപ്പോൾ ഇത് ഇവിടെ നിൽക്കുന്ന ശീതള എൻ്റെ കൂടെ നിന്ന് പാർട്ടിയിൽ ഇതായ ആളൊക്കെ വരുമ്പോൾ പിന്നെ പഴയൊരു എന്താ പറയണ്ട, ഈ പലരും പഴയ കോൺഗ്രസ്സുകാരാണ് ബി ജെ പിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു വലിയ വ്യത്യാസം തോന്നിയില്ല. കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന കോൺഗ്രസ്സുകാർ ഇവിടെ വരുന്ന ആളെ എൻ്റെ കൂടെ ഇരുന്ന് ഊണ് കഴിച്ച ആളാണ് രാത്രി പോയിട്ട് എനിക്കിട്ട് കുത്തുന്നത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് എനിക്ക് അതിൽ വലിയ ഇതില്ല. അപ്പം പുതിയ ആളുകൾ വന്നു, അവരായിട്ട് സ്നേഹമായിട്ട് മുന്നോട്ട് പോവാം. ഉണ്ടായിരുന്നു. കാരണം ഞാനൊരു 2-3 ദിവസം അടുപ്പിച്ച് പോയപ്പോൾ ഇവരൊക്കെ തന്നെ, ഇവിടെ ഒരു കോക്കസ് ഉണ്ടല്ലോ, അവരൊക്കെ തന്നെ എന്നിട്ട് പറഞ്ഞു ഞാൻ ഭയങ്കര വർഗീയവാദിയാണ്, ഞാൻ എപ്പോഴും ചന്ദനക്കുറി ഇട്ട് നടക്കണം, അച്ഛൻ അങ്ങനെ ഇട്ട് നടന്നിരുന്നില്ലല്ലോ എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ ചന്ദനക്കുറി നിർത്തി. കാരണം കോൺഗ്രസ്സുകാർ തന്നെ, ഞാൻ ഈ പറഞ്ഞ ആളുകൾ എന്നെ എന്താണോ അതെനിക്ക് മനസ്സിലായില്ല. മറുപടി നൽകിയത് കരുണാകരന്റെ മകൾ അങ്ങനെ പറയരുതായിരുന്നു എന്നാണ്. ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് താങ്കളോട് എന്താണ് ഇങ്ങനൊരു? അല്ല, യൂത്ത് കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊട്ടി മുളച്ച കുറേ ആളുകളല്ലേ ഈ ചാനലിൽ ഇരുന്നൊക്കെ വലിയ വർത്താനൊക്കെ പറഞ്ഞിട്ട് നേതാക്കളായവരാണ്. അവരോട് പറഞ്ഞാൽ എനിക്ക് പുച്ഛാണ് അവർ പറഞ്ഞാൽ. കാരണം അവരെങ്ങനെ വലുതായി. ഇപ്പം എന്തിനാണ് ഷാഫീനെ കൊണ്ട് അവിടെ നിർത്തിയിട്ടില്ലെന്ന് മനസ്സിലായോ? പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വഴിക്ക് 2 വർഷം അയാളും ജയിച്ചു പോയിക്കോളും, ഇയാൾ MLA ആയിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് രാജാവിനേക്കാളും വലിയ രാജഭക്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഇതിൻ്റെ ഇടയിൽ കിടന്ന് വളർന്നിട്ടുള്ള ആളല്ലേ. ഈ പറയുന്ന എൻ്റെ സഹോദരൻ 3 പാർട്ടിയുടെ പ്രസിഡൻ്റ് ആയ ആളാണ്. ഞാൻ ഒരു പാർട്ടിയിൽ നിന്നിട്ടില്ല ഇതുവരെ. സഹിക്കാണ്ട് ഓടിപ്പോയതാ. എൻ്റെ രാഷ്ട്രീയം വേറെ, അദ്ദേഹത്തിന്. ഞാൻ പക്ഷെ അദ്ദേഹം ഏട്ടനാണ് എന്ന് എനിക്കറിയാം.
എൻ്റെ രക്തമാണെന്ന് അറിയാം. മുരളിയേട്ടൻ NCPയിലും ഒന്നും പോയപ്പോഴൊന്നും ഞാൻ അദ്ദേഹത്തിന് ഒരു കുറ്റം പറ്റില്ലല്ലോ. ഞാൻ ഉറച്ച കോൺഗ്രസ്സുകാരിയായിരുന്നു. ഒരു വാക്ക് പോലും ഞാൻ മുരളിയേട്ടൻ ചാടിത്തുടി വല്ലതും പറയുന്നില്ല. ഞാനൊന്നും മൈൻഡ് ചെയ്യാം. പത്മജ വേണുഗോപാലിന്റെ ആരോപണങ്ങൾ ചോദിക്കുമ്പോൾ താമരയ്ക്ക് മറുപടിയില്ല എന്ന് പറയുന്നത്. എങ്ങനെ? പത്മജ വേണുഗോപാൽ കെ മുരളീധരനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അക്കാര്യം നോക്കുമ്പോൾ താമരയ്ക്ക് മറുപടിയില്ല എന്നാണ് ഒരു പരിഹാസ രൂപേണാണ് പറയുന്നത്. അതെ, കാരണം എൻ്റെ പേര് അതാണ്. അതുകൊണ്ട് അത് പത്മജയോടെന്ന് പറഞ്ഞാൽ താമരാന്നാക്കി. പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ അവസാനം BJPയിൽ എത്തിയെന്നാണോ? അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. എൻ്റെ അച്ഛനല്ലേ പേരിട്ട്. ഇനി മരിച്ചു കഴിഞ്ഞു പറഞ്ഞു. അച്ഛനുണ്ടാവുമായിരിക്കും. കാരണം എനിക്ക് സംശയമുണ്ട്. എൻ്റെ അച്ഛൻ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പാർട്ടി വിട്ടു പോയത്. കാരണം അദ്ദേഹത്തിനെ അപമാനിച്ച് ഞാൻ അവസാനം ശരിക്കും ഈ പാർട്ടിയിൽ നിന്ന് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. എന്നെ പിടിച്ചു നിർത്തിയത് അച്ഛൻ്റെ മന്ദിരം പണിയാണ്. ഒരു കൊല്ലത്തിനുള്ളിൽ ഞാൻ 3 കൊല്ലം ഞാൻ KPC ബസ്സിൻ്റെ മുമ്പിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ഒരു ദിവസം. അവർ പണിയാനുള്ള ഒരു ഇതുമില്ല. അച്ഛൻ്റെ ഇത് വരുമ്പോൾ അവരേതെങ്കിലും മറ്റേ യാത്രയുടെ പിരിവ്, മറ്റേ പിരിവ്. അപ്പം എനിക്ക് മനസ്സിലായി ഇത് നടക്കില്ല. അതായിരുന്നു എൻ്റെ അവസാനത്തെ ഒരു പിടിവള്ളി. ഇതിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താങ്കൾ തോൽപ്പിച്ച സുരേഷ് ഗോപിക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് സുരേഷ് ഗോപി അല്ലല്ലോ എന്നെ തോൽപ്പിച്ചത്. സുരേഷ് ഗോപി വന്നാലും ഞാൻ ജയിച്ചേനെ. പക്ഷെ കൂടെ നിന്നവർ കാലുവാരിയത് കണ്ടപ്പോൾ ഞാനൊരു 20,000 വോട്ടിന് എന്തുകൊണ്ട് തോറ്റില്ല എന്നാണ് ഇത്രയും കാലം ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് എല്ലാ പാർട്ടിക്കാരും വോട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. എനിക്ക് തോന്നുന്നു ഈവൻ മാർക്സിസ്റ്റ് പാർട്ടി പോലും. പക്ഷേ പിന്നെ എന്താ ഉണ്ടായത്? ഈ മറ്റേ ഇവരെല്ലാവരും കൂടി കൂട്ടം കൂടിയിട്ട് എന്നെ ഇതാക്കി. ഒരു ഇലക്ഷന് മുമ്പ് മണ്ഡലം പ്രസിഡന്റ്മാരെ മാറ്റുന്ന കേട്ടിട്ടുണ്ടാവും. ആ മണ്ഡലം പ്രസിഡന്റ്മാർ മുഴുവൻ എനിക്കെതിരായി. അത് കഴിഞ്ഞിട്ട് എല്ലാം കൊണ്ടും ഞാൻ ആ പ്രിയങ്ക ഗാന്ധിയുടെ വണ്ടിയിൽ എന്നെ ഒന്ന് കയറ്റാൻ വേണ്ടിയിട്ട് ഇവരെൻ്റെ അടുത്ത് നിന്ന് 22.5 ലക്ഷം റുപ്യ വാങ്ങി. DC ബസ്സുണ്ട് അന്ന് വിൻസെൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തരില്ല എന്ന്. KPC വന്നിട്ടുണ്ടല്ലോ പൈസ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ചേച്ചിയുടെ കാര്യം സ്വന്തം നോക്കുക, ഞങ്ങളാരും ഉണ്ടാവില്ല എന്നെ ഭീഷണിപ്പെടുത്തി. ഇലക്ഷൻ സമയത്ത് നമ്മൾ എന്തും പേടിക്കണമല്ലോ. അങ്ങനെ ഞാൻ കൊടുത്തു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പ്രിയങ്ക ഗാന്ധി വന്നിട്ട് ഞാൻ ചോദിച്ചു എവിടെ നിന്നാണ് കയറേണ്ടത് ചോദിച്ചപ്പോൾ ആ ചേച്ചി അവിടെ വന്നാൽ മതി, എവിടെ സ്റ്റേജിൽ വണ്ടിയിലൊന്നും. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കയറും കേട്ടോ. ഞാൻ പ്രശ്നം ഉണ്ടാക്കി. അപ്പോഴേക്കും അവിടെ നിന്ന് പുറപ്പെട്ട് ഞാൻ ഏത് കൂടെ വരണേന്ന് പോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല, അറിയാം. അല്ലെങ്കിൽ ഞാൻ അവിടെ റോട്ടിൽ ഇറങ്ങി നിന്നേനെ എൻ്റെ സ്വഭാവത്തിന്. പക്ഷേ എന്നിട്ട് പിറ്റേ ദിവസം മനോരമ തന്നെ എഴുതിയല്ലോ പത്മജ ഔട്ട് പ്രതാപൻ ഇന്ന്. ഞാനല്ല എഴുതിയത്. ആ ഒരു അതില്ലെങ്കിൽ കയറ്റിയില്ല. അതൊക്കെ അവരോട് ചോദിക്കണം. തീർച്ചയായിട്ടും അതൊന്നും. കാരണം KPCCന്ന് ഫണ്ട് കൊടുത്തു ഞാൻ പിന്നെ അറിയണത്. അവിടെ 10-12 എന്തോ കൊടുത്തു എന്നാണ്. അതൊക്കെ അവരോട് ചോദിക്കണം. ഇവരൊക്കെ നല്ലോണം എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ സോണിയാഗാന്ധിക്ക് ലെറ്റർ അയച്ചിരുന്നു, രാഹുൽ ഗാന്ധിക്ക് അയച്ചിരുന്നു. കാണാൻ പോയി, കാണാൻ പറ്റിയില്ല. സുധാരേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞു. സുധാരേട്ടൻ മാത്രമാണ് എന്നോട് ഇത്തിരി ആത്മാർത്ഥമായിട്ട് പെരുമാറിയിരുന്നത് ഇത്രയും കാലം. കാരണം എന്നെ സ്വന്തം ഒരു അനിയത്തിരമാരിയുള്ള ഒരു സ്നേഹമായിരുന്നു സുധാരേട്ടനെ വിട്ടു വന്നപ്പോൾ മാത്രമാണ് എൻ്റെ മനസ്സൊന്നൊന്നും ആടിയത്. വേറെ ആരുടെ അടുത്തും എനിക്ക് ഒന്നുമില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ മുരളിയേട്ടനെ ഏട്ടനായിട്ട് ഇഷ്ടമാണ്. സഹോദരൻ മാത്രമല്ല പലരും വരും. അതൊന്നും എനിക്കറിയില്ല. ആള് പറഞ്ഞ മാതിരി ആളുടെ മനസ്സ് മാത്രം കൂടെ ഇത്ര കാലം ജീവിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ആൾക്ക് അതിനൊന്നും ബുദ്ധിമുട്ടും മടിയൊന്നും ഇല്ലാത്ത ആളാണ്. പാർട്ടി പറഞ്ഞിറങ്ങും. പാർട്ടി പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇറങ്ങും. ആര്? ഞാനോ? അല്ല, ഞാൻ എൻ്റെ വീടല്ല. ശരിക്കും അച്ഛൻ എനിക്ക് തന്ന വീടാണത്. അപ്പോൾ എൻ്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും ഈ വീട് വിൽക്കാൻ പോകുന്നില്ല. അപ്പോൾ പകുതി മുരളിയേട്ടൻ്റെ പേരിലും കിടന്നോട്ടെ, പകുതി എൻ്റെ പേരിലുമാണ്. അതെ അതെ. കാരണം ഞാൻ വിചാരിച്ചു മുരളിയേട്ടന് തൊഴാൻ വരുമ്പോൾ ഒരു വേറെ ഇതിലേക്ക് കയറി വന്നു തോന്നണ്ട. എന്നും അനിയത്തി എന്നുള്ള നിലയിലുള്ള ദൗർബല്യങ്ങളാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ഈ കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പറഞ്ഞു ഒരു BJPക്കാരുടെ ജൽപ്പനങ്ങൾക്ക് മറുപടിയില്ല. എനിക്കൊന്നും പറയില്ല. എൻ്റെ ചേട്ടനെ പറ്റി എനിക്ക് അറിഞ്ഞൂടെ. നാളെ ഇപ്പോൾ വേഗം മാറ്റി പറഞ്ഞോളും എന്തെങ്കിലും ഇവിടെ സംഭവിച്ചു. കൂടുതൽ വോട്ട് കിട്ടും അവരിറങ്ങണതാണ് കരുണാകരന്റെ പഴയ ശിഷ്യനോട് ഉൾപ്പെടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ പറയുന്നത്, മുരളീധരൻ പറയുന്നത്.
അതെ പിന്നെ എന്തിനാ ഇവർ എന്നെ പേടിക്കണേ? എന്നെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണേ, എന്നെ അങ്ങ് വിട്ടേക്ക്. ഞാൻ എൻ്റെ വഴിക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കോളാം. മുരളി മന്ദിരം BJP പ്രവർത്തകർക്ക് തുറന്നു കൊടുക്കും. എന്നെ കാണാൻ വരുന്ന ആർക്കും തുറന്നു കൊടുക്കും. പണ്ടും ഇവിടെ എല്ലാവരും വരാറുണ്ട്. എനിക്കങ്ങനെ ജാതി മതം പാർട്ടി ഒന്നും ഇല്ലാത്ത ആളായിരുന്നു. ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർക്ക് വരാനും കൂടി ഉള്ളതല്ലേ ഇത്. കരുണാകരന് സ്വത്ത് വല്ലതും ഉണ്ടായല്ലേ ഉച്ചത്ത് എഴുതാൻ പറ്റുള്ളൂ. ആകെ 2. അതൊക്കെ ആര് വേണേലും തീരുമാനിക്കും. ജനങ്ങളാണ്, ഞാനല്ല തീരുമാനിക്കേണ്ടത്. ഞാൻ എൻ്റെ അച്ഛനായിട്ട് സ്നേഹിച്ചിട്ടുള്ളൂ. ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനായിട്ടോ അല്ലെങ്കിൽ അച്ഛൻ്റെ അധികാരം പിടിച്ചു പറ്റും. പിന്നെ എനിക്ക് ഒരു കാര്യം സമാധാനമുണ്ട്. മുരളിയേട്ടൻ 17 കൊല്ലം തിരിഞ്ഞു നോക്കാതിരുന്നിട്ടും ഞാനാണ് എൻ്റെ അച്ഛനെ അവസാനം വരെ പൊന്നു പോലെ നോക്കിയത്. അത് എവിടെ വേണമെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാം. അവസാനത്തെ 8 മാസം വീട്ടിൽ കിടക്കാത്ത ആളാണ്. ഇപ്പം മുരളിയേട്ടന് വേണ്ടി അച്ഛന് വേണ്ടി തോൽവിക്ക് ശേഷവും കൃത്യമായി പറഞ്ഞത് കോൺഗ്രസ് വിട്ട് ഒരിക്കലും പോകില്ല, കോൺഗ്രസ് ഒരു അവസാന ശ്വാസം വരെ തുടരും എന്നാണ്. അപ്പോൾ ഒരു ഐഡിയോളജിക്കൽ ചേഞ്ച് അതും BJP പോലൊരു പാർട്ടിയിലേക്ക് മാറുമ്പോൾ അതെങ്ങനെയാണ് ഈ ഐഡിയോളജിക്കൽ ഒരാൾക്ക് നിങ്ങൾ അങ്ങനെ അല്ല. ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ കുറേ ദിവസം പോയ ആളടുത്ത് ഞാനൊരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല ഇത് ഒരു വർഗീയ പാർട്ടിയാണെന്ന്. കാരണം മുസ്ലിംസും വാരണാസിയിലൊക്കെ ഞാൻ പോയതാണ്. അവരൊക്കെ മോദിജിക്കാണ് വോട്ട് ചെയ്യണത്. BJPനേക്കാളും കൂടുതൽ മോദിജി എന്ന വ്യക്തിയോടുള്ള താല്പര്യമാണ് അവർക്കൊക്കെ. അവർ ചോദിക്കുന്നത് നിങ്ങൾ കേരളക്കാർക്ക് എന്താ ബുദ്ധിമുട്ട്? എനിക്ക് ജനങ്ങൾക്ക് എന്തെങ്കിലും പണ്ടും എനിക്ക് ജനങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയായിരിക്കും ഞാൻ ഒത്തിരി ജനസേവനം ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ അവരുടെ ദാരിദ്ര്യം വിറ്റ് മുതലാക്കാറില്ല. ഞാൻ അതുകൊണ്ട് ഫേസ്ബുക്കിലും ഇടില്ല. ഞാനത് വിഡ്ഢിയാണോ എന്ന് കാലം തീരുമാനിക്കട്ടെ. ഇല്ല, ആർക്കും വരാം. അച്ഛനെ സ്നേഹിക്കുന്ന ആർക്കും വരാം. ഈ താങ്കളുടെ മാതാപിതാക്കളെ ആക്ഷേപിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു. അതിനെതിരെ കോൺഗ്രസിന്റെ നേതാക്കളൊന്നും പ്രതികരിച്ചിട്ടില്ല. രമേശ് ചെന്നിത്തല അതിനെതിരെ പ്രതികരിച്ചു. എന്താണ്? അതായത് അതിൽ മാത്രമാണ് എനിക്ക് മുരളിയേട്ടനോടുള്ള വിഷമം. എൻ്റെ അമ്മയല്ലേ മുരളിയേട്ടൻ്റെ അമ്മ അല്ലേ? അപ്പോൾ സ്വന്തം അമ്മേനെ പറ്റി പറയുമ്പോൾ ബാക്കിയൊക്കെ പോട്ടെ, പെങ്ങളെ പറ്റി ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. സ്വന്തം അമ്മേനെ മോശമാക്കുന്ന രീതിയിൽ ഒരാൾ പറഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് മുരളിയേട്ടൻ സംസാരിച്ചപ്പോഴാണ് എനിക്ക് ആകെ മുരളിയേട്ടനൊരു വിഷമം തോന്നിയത്. അത് ചെയ്യാൻ പാടില്ല. സൈബർ ഇടങ്ങളിൽ താങ്കൾക്കെതിരെ വളരെ മോശമായ രീതിയിലൊക്കെ പ്രതികരണങ്ങൾ വരുന്നു. അതുണ്ടാവുമല്ലോ. അതൊക്കെ ഞാൻ ഒരാഴ്ച പ്രതീക്ഷിച്ച എനിക്ക് അവർക്കൊരു മറുപടിയും കൊടുക്കാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ച വിഷമങ്ങളും വേദനകളും പല പ്രവർത്തകന്മാർക്കും അറിയില്ല. ഞാൻ ആരോടും പറയാറില്ല. ഞാൻ നേതൃത്വത്തിനോട് പറയും എന്നല്ലാതെ ജനങ്ങളോട്. പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ മാധ്യമങ്ങളെ കാണുകയാണ്. മുരളി മന്ദിരത്തിലെത്തിയ ശേഷമാണ് മാധ്യമങ്ങളോട് പത്മജ സംസാരിച്ചത്. BJP പ്രവർത്തകർക്കൊപ്പമാണ് മുരളി മന്ദിരത്തിൽ എത്തിയത്. 2ാം വട്ടം തെരഞ്ഞെടുപ്പിൽ തോറ്റ ഘട്ടത്തിൽ മുതൽ പാർട്ടി വിടാൻ തീരുമാനിച്ചിരുന്നു. പ്രതാപനാണ് തോൽപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട കാരണക്കാരനായി നിന്നതെന്നും DCC പ്രസിഡന്റ് MP വിൻസെന്റിനെതിരെ 22 ലക്ഷത്തിന്റെ തുക വകമാറ്റലടക്കമുള്ള ആരോപണങ്ങളും പത്മജ ഉന്നയിക്കുകയുണ്ടായി. വടകരയിൽ K മുരളീധരൻ ജയിക്കുമായിരുന്നു, തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നും പാർട്ടി പറഞ്ഞാൽ പ്രചാരണത്തിനിറങ്ങുമെന്നും പത്മജ പറഞ്ഞു.